രാജ്ഞി ടിങ്കർബെല്ലിന്റെ കയ്യിൽ മൂൺലൈറ്റ് ജെം കൊടുത്ത് അതിന് ചേരുന്ന ഒരു ദണ്ടുണ്ടാക്കാൻ പറയുന്നു. അവൾക്ക് മാത്രമേ അത് ചെയ്യാൻ കഴിയൂ എന്ന് അവളുടെ ഫെയറി ഹെഡും പറയുന്നു. അങ്ങനെ ടിങ്കർബെൽ ആ മൂൺലൈറ്റ് ജെം വെക്കുന്നതിനായി ഒരു ദണ്ടുണ്ടാക്കാൻ തുടങ്ങുന്നു. ദിവസങ്ങളോളം ട്രൈ ചെയ്ത് അവൾ ദണ്ടുണ്ടാക്കി അതിന്റെ ബേസിൽ ആ ജെം വെക്കുന്നു. പക്ഷേ തൊട്ടടുത്ത നിമിഷം തന്നെ ആ ബേസ് പൊട്ടിപ്പോകുന്നു. അവൾ തന്റെ ഫ്രണ്ടിനോട് തനിക്കത് ശരിയാക്കാൻ ഷാർപ്പായ ഒരു ഉപകരണം വേണമെന്ന് പറയുന്നു. അവൻ അവൾക്കൊരു പോക്കറ്റ് വാച്ച് കൊണ്ടുവന്ന് കൊടുക്കുന്നു. അവൻ അതിലെ സൂചി എടുക്കാനാണ് കൊണ്ടുവന്നത്. പക്ഷെ അതറിയാതെ പോക്കറ്റ് വാച്ച് ഒരു ഷാർപ്പായ വസ്തുവല്ലെന്ന് പറഞ്ഞ് അവൾ അവനോട് വഴക്കുണ്ടാക്കുന്നു. ദേഷ്യത്തിൽ അവനെ അവിടെ നിന്ന് പോകാൻ പറയുന്നു. പക്ഷെ അവൾ കാണിച്ചൊരു അബദ്ധം കാരണം ആ പോക്കറ്റ് വാച്ച് അവൾ ഉണ്ടാക്കിയ ദണ്ടിന് മുകളിൽ വീണ് അത് പൊട്ടിപ്പോകുന്നു. പക്ഷെ അവൾ എല്ലാ തെറ്റും തന്റെ ഫ്രണ്ടിന്റേതാണെന്ന് പറഞ്ഞ് അവനോട് ദേഷ്യപ്പെടുന്നു. അവനും അവളോട് ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് പോകുന്നു. അവൻ പോയി കഴിഞ്ഞതും തകർന്നു കിടക്കുന്ന ദണ്ടും സമയം കഴിയാറായതും ആലോചിച്ച് അവൾ ആ പോക്കറ്റ് വാച്ചിൽ ദേഷ്യത്തിൽ ആഞ്ഞു ചവിട്ടുന്നു. തൊട്ടടുത്ത നിമിഷം തന്നെ ആ വാച്ച് ഓപ്പൺ ആയി ആ ജെം പൊട്ടിപ്പോകുന്നു. അത് കണ്ടവൾ കൂടുതൽ ടെൻഷൻ ആവുന്നു. അവൾ ആ ജെമ്മിനെ ഒട്ടിക്കാൻ ശ്രമിക്കുമെങ്കിലും അത് വീണ്ടും തകർന്നു പോകുന്നു. എന്ത് ചെയ്യുമെന്നറിയാതെ പേടിച്ചവൾ ഫെയറി ഹെഡിനോട് കാര്യം പറയാനായി വരുന്നു. അവിടെ വന്നവൾ നെവർലാൻഡിലുള്ള ഒരു മാജിക് മിററിനെ പറ്റി അറിയുന്നു. ആ മിററിന് ഒരു ഫൈനൽ വിഷ് കൂടി ബാക്കിയുണ്ട്. പക്ഷെ കാലങ്ങളായി ആ മിറർ അപ്രത്യക്ഷമായിരിക്കുകയാണ്. അത് കേട്ട ടിങ്കർബെൽ ആ മിറർ അന്വേഷിച്ച് നെവർലാൻഡിലേക്ക് പോകാമെന്ന് തീരുമാനിക്കുന്നു. അവൾ അതിനായി ഒരു ഫ്ലൈയിങ് ഷിപ്പ് ഉണ്ടാക്കുന്നു. പോകുന്ന വഴി അവൾ വിശന്നപ്പോൾ ഫുഡ് കഴിക്കാനായി പോയതും അവളുടെ ഫുഡ് ബാഗിനകത്ത് ഒരു മിന്നാമിനിങ്ങിനെ കാണുന്നു. അത് അവളുടെ ഫുഡ് മുഴുവൻ കഴിച്ചിരിക്കുന്നു. ദേഷ്യം വന്നവൾ അതിനെ ഓടിച്ചു വിടുന്നു. കുറച്ചുനേരം കഴിഞ്ഞ് ടിങ്കർബെൽ മാപ്പ് എടുത്ത് നോക്കുമ്പോൾ ഇരുട്ടായതുകൊണ്ട് അവൾക്കത് ക്ലിയർ ആയി കാണാൻ സാധിക്കുന്നില്ല. പെട്ടെന്ന് ആ മിന്നാമിനിങ് താൻ ചെയ്ത തെറ്റിന് പരിഹാരമായി അവളുടെ മാപ്പിലേക്ക് തന്റെ വെട്ടം കാണിച്ചു കൊടുക്കുന്നു. അത് അവളെ മാജിക് മിറർ കണ്ടെത്താൻ സഹായിക്കുന്നു. മിന്നാമിനിങ്ങും അതിന്റെ സുഹൃത്തുക്കളും അവളെ മാജിക് മിറർ ഉള്ള സ്ഥലത്തെത്തിക്കുന്നു. അവിടെ കാവലായി നിൽക്കുന്ന രണ്ട് മോൺസ്റ്റേഴ്സിന്റെ കണ്ണ് വെട്ടിച്ച് അവളും മിന്നാമിനിങ്ങും ഗുഹയ്ക്കകത്ത് കയറുന്നു. അവൾ ആ മിന്നാമിനിങ്ങിനെ ഒരു ടോർച്ചാക്കി മാറ്റി ആ മിറർ അന്വേഷിക്കാൻ തുടങ്ങുന്നു. അവിടെ ഒരു വ്യത്യസ്തമായ ബാഗ് കണ്ടവൾ തന്റെ കയ്യിലുണ്ടായിരുന്ന പോക്കറ്റ് വാച്ചിന്റെ സൂചി എറിഞ്ഞ് അത് കട്ട് ചെയ്യുന്നു. നോക്കുമ്പോൾ അവൾ അന്വേഷിച്ചു വന്ന ആ മാജിക് മിറർ അതിനകത്തുണ്ട്. അവൾ അത് കയ്യിലെടുത്ത് തന്റെ വിഷു പറയാൻ തുടങ്ങിയതും ആ മിന്നാമിനിങ് അവളുടെ അടുത്തേക്ക് വരുന്നു. അതൊരു ശല്യമായി തോന്നിയവൾ അതിനെ മിണ്ടാതിരിക്കാൻ പറയുന്നു. നോക്കുമ്പോൾ ആ മാജിക് മിററിൽ നോക്കി അവൾ അത് പറഞ്ഞതുകൊണ്ട് മിറർ അത് അവളുടെ ആഗ്രഹമായി കാണുന്നു. അങ്ങനെ ആ മിററിന്റെ അവസാന വിഷയം കഴിഞ്ഞിരിക്കുന്നു. അവൾ പൂർണ്ണമായും തകർന്നു പോകുന്നു. ഇപ്രാവശ്യം അവൾ ഇതെല്ലാം തന്റെ തെറ്റായി തന്നെ അംഗീകരിക്കുന്നു. പെട്ടെന്ന് ആ മിററിൽ അവളുടെ ഫ്രണ്ടിനെ കാണുന്നു. നോക്കുമ്പോൾ അവളെ പ്രൊട്ടക്ട് ചെയ്യുന്നതിനായി അവൻ അവളെ ഫോളോ ചെയ്ത് ഇവിടെ വന്നിരിക്കുകയാണ്. ഫ്ലൈയിങ് ഷിപ്പിലേക്ക് വന്നവർ തിരികെ അവരുടെ നാട്ടിലേക്ക് പോകാൻ തുടങ്ങുന്നു. അവൾ തകർന്നുപോയ ജെമ്മും ദണ്ടും നോക്കിയിരിക്കുന്നു. പെട്ടെന്നാണ് ആ മിന്നാമിനിങ്ങിന്റെ വെട്ടം പൊട്ടിയ ജെമ്മിൽ പതിച്ചതും അത്ഭുതകരമായ ഒരു കാര്യം അവൾ നോട്ട് ചെയ്യുന്നത്. അവൾക്കൊരു ഐഡിയ തോന്നുന്നു. അതേസമയം അവരുടെ നാട്ടിൽ ബ്ലൂ മൂൺ ഫെസ്റ്റിവൽ സ്റ്റാർട്ട് ചെയ്യുന്നു. അവിടേക്ക് വന്നവൾ എല്ലാവരുടെയും മുന്നിൽ താൻ ഉണ്ടാക്കിയ ദണ്ട് കാണിക്കുന്നു. അത് കണ്ടവർ ഷോക്കാവുന്നു. അതിൽ ബ്ലൂ മൂണിന്റെ വെളിച്ചം പതിച്ചതും എല്ലാ വർഷത്തെക്കാളും കൂടുതലായി ബ്ലൂ പിക്സി ഡസ്റ്റ് വീഴാൻ തുടങ്ങുന്നു. അങ്ങനെ അവസാനം അവൾ എല്ലാവരുടെയും പ്രതീക്ഷയേക്കാൾ മുകളിലായി തനിക്ക് കിട്ടിയ ടാസ്ക് പൂർത്തിയാക്കിയിരിക്കുന്നു.